ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ആൻഡമാൻ ട്രിപ്പിൻ്റെ 6th ഡേ ആണ്. ഞങ്ങൾ പോർട്ട് ബ്ലെയറിലാണുള്ളത്. നമ്മുടെ സിദ്ധു ബ്രോൻ്റെ ഹൗസിലാണുള്ളത്. ഇവിടെ ഇന്ന് ഞങ്ങൾ 6th ഡേയിൽ ഇന്ന് റോസ് ഐലൻഡ് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇന്ന് റോസ് ഐലൻഡിൽ പോയിട്ട് റിട്ടേൺ വരാമെന്ന് വിചാരിക്കണേ. വേറെ ഇതിന് അഡീഷണൽ ഇങ്ങനെ ടൈം അനുസരിച്ച് നോക്കുള്ളൂ. അപ്പം നേരം ഞങ്ങൾ നേരെ ഡയറക്റ്റ്ലി റോസ് ഐലൻഡിലേക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് റോസ് ഐലൻഡിലേക്ക് പോകുന്നതിന് ബോട്ട് ബുക്ക് ചെയ്തായിട്ട് ഒരാൾക്ക് 70 rupees വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. TSFO ആണെങ്കിൽ ഒരാൾക്ക് 70 rupees വെച്ച് മേടിക്കേണ്ടത്. ഇവിടെ നിന്നാണ് അവർ ചെയ്യുന്നത്. എല്ലാം പ്രൈവറ്റാണ്. റോസ് ഐലൻഡിൽ പൊതുവേ എല്ലാ ആക്ടിവിറ്റീസാണ്. ഉള്ള ആൾക്കാരെല്ലാം നല്ല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പുഷിങ്ങാണ്. ഭയങ്കര ബിസിനസ് ടൈപ്പിലുള്ള പുഷിങ്ങാണ്. നമ്മൾ ബോട്ടിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഇഷ്ടംമാതിരി ഏരിയ ഉണ്ട്. വെയിറ്റ് ചെയ്യാനാണെങ്കിലും ടൈം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ഏരിയ ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. എംകുട്ടി ഓൾറെഡി ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ട് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എല്ലാം പ്രൈവറ്റ് ബോട്ടുകളാണ്. ഒരു അസോസിയേഷനൊക്കെയാണ്. അപ്പോൾ എല്ലാം പ്രൈവറ്റ് ബോട്ടുകളാണ്. ഒരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ 870 rupees ഒരാൾക്ക് വരുന്നത്. ഇവിടുന്ന് 10 minute ഉണ്ട് റോസ് ഐലൻഡിലോട്ട്. അങ്ങോട്ടേക്കും അവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്കും 10 minute ആണ്. ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അതിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിൻ്റെ കരയിലെത്തിയിട്ടോ. നമ്മൾ നോർത്ത് വേയിലായിട്ട് അറൈവ് ചെയ്തിരിക്കണേ. ഇതെല്ലാം ഇവിടെ ഓരോ ആക്ടിവിറ്റീസിനുള്ളതാണ്. എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. ചെയ്യേണ്ടവർക്ക് ചെയ്തൊക്കെ ഓരോ ആക്ടിവിറ്റീസിനുള്ളതാണ്. ഇവിടെ നോർത്ത് വേയിൽ അധികം ആക്ടിവിറ്റീസ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും കാണാൻ കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ആൻഡമാനിലെ ഏത് ഐലൻഡിൽ പോയാലും നമുക്ക് ഇഷ്ടംമാതിരി കരിക്കും വെള്ളം കിട്ടും കേട്ടോ. ഇവിടെ തെങ്ങ് ഇഷ്ടംമാതിരി ഉള്ള കാരണം ഇവിടെ പോയാലും നല്ല വെള്ളം കിട്ടും. കുടിക്കാൻ നല്ല വെള്ളം കിട്ടും. അങ്ങനെ ദാഹിച്ചു പോയാലും നല്ല ടേസ്റ്റിയുള്ള തേങ്ങ വെള്ളം കുടിക്കാം. അവിടെ നമ്മൾ ബോട്ട് ഇറങ്ങി വിടുന്ന ഏകദേശം ഒരു 300-350 meter ഉണ്ട് ലൈറ്റ് ഹൗസിലേക്ക്. നല്ലതായിരിക്കും തോന്നുന്നു വ്യൂ. ഞാൻ അങ്ങോട്ട് ഇച്ചിരി ദൂരമുണ്ട്. നല്ല കയറ്റാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 രൂപയാണ് എൻട്രി ഫീ. നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി 10 രൂപയാണ് എൻട്രി ഫീ. അത് ഒരു ബാച്ചായിട്ടേ കയറ്റുള്ളൂ. ഒരു കപ്പാസിറ്റി ഉള്ള കാരണം ബാച്ചായിട്ടേ കയറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എന്നെ കയറ്റി വിട്ടു. പിന്നെ മുകളിലേക്ക് കയറണം. आप लोगों हम लोग उतारेंगे आराम से. वाओ, മോളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നമ്മൾ ആ ദ്വീപിൽ നിന്നാണ് വന്നത്. നല്ല രസമുള്ള കാഴ്ചയാണ്.
റോസ് ഐലൻഡിൻ്റെ പോർട്ടാണ് കേട്ടോ. റോസ് ഐലൻഡിൻ്റെ പോർട്ടാണിത്. അവിടെ നിന്ന് ഞങ്ങളൊരു നോർത്ത് ബേന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഒരു 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ അങ്ങോട്ട് പോയ അതേ ബോട്ടിൽ തന്നെയാണ് അവർ. ഇവിടെ നമുക്കൊരു 1 hour ടൈം വന്നിരിക്കണേ. ഇവിടെ 1 hour കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. പോർട്ടിലേക്ക് റോസ് ഐലൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാ. നമുക്കിതിനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആട്ടോ. നമുക്കൊരു അടുത്തോട്ടൊക്കെ പോവാം. നമ്മളായിട്ടൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി. ഇത് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. ഈ റോഡിൽ കൂടെ അങ്ങ് കുറേ നടക്കാനുണ്ട്. കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇലക്ട്രിക് വേണ്ടി സെറ്റാക്കി കേട്ടോ. 300 രൂപ. ഇവിടെ ഒരു കോസ്റ്റൽ വ്യൂ പോയിൻ്റ് കേട്ടോ. ഒരു 200 മീറ്റർ അടുത്ത് നടക്കാനുണ്ട്. നമ്മുടെ ഇലക്ട്രിക് വണ്ടി മുകളിൽ കുറച്ച് ദൂരം വരെ കൊണ്ട് നടക്കാം. അവിടെ നിന്ന് വേണ്ടി ഇച്ചിരി അങ്ങോട്ട് നടക്കാം. ഒരു കോസ്റ്റൽ വ്യൂ പോയിൻ്റാണ്. ചക്കനെ അമ്മക്കുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിക്കാം. ചക്കനൊക്കെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഓടാൻ വേണ്ടിയിട്ട്.